വളരെ ചെറുപ്പത്തിൽ തന്നെ യാത്രയോട് വളരെ ക്രേസായിരുന്നു കേട്ടോ. അന്നൊന്നും അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ചെറുപ്പത്തിൽ എൻ്റെ യാത്ര എന്ന് പറയുന്നത് എൻ്റെ നാടായ ആറ്റാശ്ശേരിയിൽ നിന്ന് ഗുരുവായൂർക്കായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് ഗുരുവായൂരപ്പനെ തൊഴുക എന്നുള്ളതല്ല, അതിലുപരി അവിടെ ചെല്ലുമ്പോഴത്തെ കിട്ടുന്ന ആ പൂക്കളുടെ മണവും ഗുരുവായൂരപ്പൻ്റെ കീർത്തനവും പിന്നെ നടയുടെ 2 സൈഡിലായിട്ട് നിരത്തി വെച്ചിട്ടുള്ള കളിപ്പാട്ടങ്ങളും അങ്ങനെ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങളൊരു മസാല ദോശ കഴിക്കാൻ കയറും. പക്ഷെ അതിൻ്റെ അന്ന് കഴിച്ച മസാല ദോശയുടെ ടേസ്റ്റ് ഇന്നും ഉണ്ടെന്നുള്ളത് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം അത്രയും ടേസ്റ്റുള്ളൊരു മസാല ദോശ ഞാൻ പിന്നെ കഴിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ പോയിരുന്നത് ആനക്കോട്ടയിലേക്കാണ്. അച്ഛൻ അവിടുത്തെ ആനപ്പാപ്പാനെ ഇരുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു അഭിമാനം അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് അതൊന്നുമല്ല, ഞങ്ങളിന്ന് ചെറിയൊരു യാത്ര പോവാണ് കേട്ടോ. ചെറുതെന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. രാജേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞു നമുക്കൊന്നൊരു യാത്ര പോയാലോ എന്ന്. അപ്പം ഞാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. എവിടേക്കാണെന്നോ എന്താണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് സേലത്താണ്. അപ്പം ഇനിയിപ്പോൾ നാളെ എവിടേക്കാണ് യാത്ര എന്നുള്ളത് അറിയില്ല.